സ്വയമുയർത്താൻ പേരുവളർത്താൻ ജഡമേറെ കൊതിക്കുമ്പോൾ മണ്ണിൽ മാനം നേടുവാനായി മനസ്സാകെ വെമ്പുമ്പോൾ കുരിശോളം താണദേവാ നിന്നെ മാത്രം ഞാൻ ധ്യാനിക്കും. വിശുദ്ധ ലൂക്കോസ് 14:11. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ശ്രേഷ്ഠ ഗുരുനാഥനായ യേശുക്രിസ്തുവിന്റെ വിശ്വപ്രസിദ്ധമായ മൊഴികളിൽ ഒന്നാണിത്. ഒരു പരീശ പ്രമാണിയുടെ വീട്ടിലെ സൽക്കാരമാണ് പശ്ചാത്തലം. ക്ഷണിക്കപ്പെട്ടവർ പ്രധാന സീറ്റുകളെല്ലാം തിടുക്കത്തിൽ കരസ്ഥമാക്കുകയാണ്. നിന്നേക്കാൾ മാനമേറിയവനെ വീട്ടുടയവൻ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ഇരിപ്പിടം അവനായി ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്നേക്കാം എന്ന് യേശു അവരോട് പറഞ്ഞു. എന്നാൽ നീ ഇരിക്കുന്ന അപ്രധാനമായ ഇടത്തു നിന്ന് നിന്നെ വീട്ടുടയവൻ കൈപിടിച്ച് പ്രധാന സ്ഥലത്തേക്ക് കൊണ്ടുപോയാലോ? എല്ലാവരുടെയും മുന്നിൽ വലിയ മാനം ലഭിക്കും. വെറും വാക്കുകൊണ്ട് മാത്രമല്ല, പ്രവൃത്തിയിലും തന്നെത്താൻ താഴ്ത്തിയെങ്കിലും ഏറ്റവും ഉയർത്തപ്പെട്ട സൽഗുരുനാഥന്റെ ആശയങ്ങൾ നമുക്കും പിൻപറ്റാം. താഴ്മയുള്ളവരായി ജീവിക്കാം. പ്രാർത്ഥിക്കാം. സ്നേഹപിതാവേ, പ്രധാന സ്ഥലങ്ങൾ തേടി അലയുന്നവരുടെ നാട്ടിൽ താഴ്മയോടെ നടക്കുവാൻ സഹായിക്കണമേ. സ്വയം ഉയർത്താനോ പേര് വളർത്താനോ ഉള്ള മാർഗങ്ങളിൽ നിന്ന് മനഃപൂർവ്വം അകന്നു നിൽക്കുവാൻ കൃപ നൽകണമേ. ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ.